it's me Ashwati and welcome back to our channel Mentor Tales. So currently നമ്മൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഫോർ തേർഡ് സെം MA ഇംഗ്ലീഷ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 4-fold ലാംഗ്വേജ് സ്കിൽസ് എന്നുള്ള ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പോൾ ഓൾറെഡി ലിസണിങ് സ്കില്ല്, സ്പീക്കിംഗ് സ്കിൽ ആൻഡ് റീഡിംഗ് സ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് സ്കില്ലായിട്ടുള്ള റൈറ്റിംഗ് സ്കില്ലാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ 6 സബ് ടോപ്പിക്കായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഈസ് റൈറ്റിംഗ് സ്കിൽ, പിന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സബ് സ്കിൽസ് ഓഫ് റൈറ്റിംഗ്, മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ്, ദെൻ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്, ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആൻഡ് ടീച്ചിങ് ഓഫ് റൈറ്റിംഗ് സ്കിൽസ്. ഇങ്ങനെ 6 സബ് ടോപ്പിക്സിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് റൈറ്റിംഗ് സ്കിൽ. റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഐഡിയാസിനെ ഒരു റിട്ടേൺ ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഐഡിയാസ് ഇൻ എ റിട്ടേൺ ഫോം, ഓർ നമുക്ക് എന്ത് പറയാം, ഒരു സ്പീച്ചിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പീച്ച്. സോ വാട്ട് ഈസ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഐഡിയാസ് ഇൻ റിട്ടേൺ ഫോം അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പീച്ച്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സബ് സ്കിൽസ് ഓഫ് റൈറ്റിംഗ് ആണ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഒന്ന്, നീറ്റ് ആൻഡ് ലെജിബിളി, കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. ദ ലേണർ ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് നീറ്റ്ലി, ലെജിബിളി ആൻഡ് കറക്റ്റ്ലി. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് എഴുതാൻ പറ്റണം, ടു റൈറ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസസ്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റണം, യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ടു എക്സ്പ്രസ് അവർ ഐഡിയാസ്. ഇതൊക്കെയാണ് റൈറ്റിംഗ് സ്കില്ലിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി റൈറ്റിംഗ് സ്കില്ലിൻ്റെ സബ് സ്കിൽസ് എന്ന് പറയുന്നത് 2 ആൾക്കാരാണ് സബ് സ്കിൽസ് ഓഫ് റൈറ്റിംഗ് സ്കില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് ആൻ റെയിംസും പിന്നെ ഒന്ന് ഡേവിഡ് പാമറുമാണ്. സോ ആൻ റെയിംസ് പറഞ്ഞിട്ടുള്ളത് സബ് സ്കിൽസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒന്ന് ഹാൻഡ് റൈറ്റിംഗ്, സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ. ഓക്കെ, പിന്നെ പറയുന്നത് വേർഡ് ചോയ്സ് ആണ്, അതായത് ഫ്രേസസ്, ഇഡിയംസ്, വൊക്കാബുലറി അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് അവർ ഐഡിയാസ്, ദാറ്റ് ഇസ് ഫസ്റ്റ് പാരഗ്രാഫ്, പിന്നെ ടോപ്പിക്, അതൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു അതൊരു സബ് സ്കില്ലായി പറയുന്നുണ്ട്. ദെൻ ഗ്രാമർ പറയുന്നുണ്ട്. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആൻ റെയിംസ് സബ് സ്കിൽസ് ആയിട്ട് പറയുന്നത്. ഇനി ഡേവിഡ് പാമർ എന്ന് പറയുമ്പോൾ ഡേവിഡ് പാമർ സബ് സ്കിൽസിനെ വീണ്ടും 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഗ്രാഫിക് ഓർ വിഷ്വൽ സ്കിൽസ് ആണ്. ഗ്രാഫിക് ഓർ വിഷ്വൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് നമ്മളെങ്ങനെയാണ് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആയിട്ട് ആൽഫബറ്റ്സ് എഴുതുന്നത്, അതൊക്കെയാണ് ഗ്രാഫിക് ഓർ വിഷ്വൽ സ്കിൽസിൽ വരുന്നത്. പിന്നെ ഗ്രാമാറ്റിക്കൽ സ്കിൽസ് ആണ്. ഗ്രാമാറ്റിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെൻറ്റൻസ് പാറ്റേൺ, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ, അതൊക്കെയാണ് ഗ്രാമാറ്റിക്കൽ സ്കിൽസിൽ വരുന്നത്. പിന്നെ വരുന്നത് എക്സ്പ്രസീവ് സ്കില്ലാണ്. എക്സ്പ്രസീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഐഡിയ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പറയാനുള്ള സ്കില്ലാണ്. ഓക്കെ, നമ്മുടെ സെയിം ഐഡിയ ആയിരിക്കും, പക്ഷെ വേറെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ അത് പറയാൻ പറ്റണം. പിന്നെ റിറ്റോറിക്കൽ സ്കില്ലാണ്. റിറ്റോറിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് ടെക്സ്റ്റിനെ ലിങ്ക് ചെയ്തിട്ട് ഒരു ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീക്വൻസിക്ക് അതിനെ ഓർഗനൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ കണക്റ്റീവ്സ് യൂസ് ചെയ്യുക, അതിനൊക്കെ ഉള്ളൊരു സ്കില്ലാണ് റിറ്റോറിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഓർഗനൈസേഷണൽ സ്കില്ലാണ്. അതായത് നമ്മുടെ ഐഡിയാസിനെ കറക്റ്റായിട്ട് പാരാഗ്രാഫും ടെക്സ്റ്റൊക്കെ ആയിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള സ്കില്ല്. ഈ ഡേവിഡ് പാമർ ഇങ്ങനെ 5 സ്കിൽസ് ആയിട്ടാണ് സബ് സ്കിൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രാഫിക് സ്കില്ല്, ഗ്രാമാറ്റിക്കൽ സ്കിൽ, എക്സ്പ്രസീവ് സ്കിൽ, റിറ്റോറിക്കൽ സ്കിൽ ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽ. അപ്പോൾ ഇൻ ഷോർട്ട് സബ് സ്കിൽസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വരുന്നുണ്ട്, സ്പെല്ലിംഗ് വരുന്നുണ്ട്, പങ്ക്ച്വേഷൻ വരുന്നുണ്ട്, വൊക്കാബുലറി വരുന്നുണ്ട്, ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് വരുന്നുണ്ട്, ഗ്രാമർ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് സബ് സ്കിൽസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ് ആണ്. മെക്കാനിക്സ് ഓഫ് റൈറ്റിങ്ങിൽ ഒന്നുമില്ല. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ടീച്ചർക്ക് ശരിക്കും പഠിപ്പിക്കാൻ സിമ്പിളാണ്. കാരണം നമ്മുടെ മദർ ടങ്ങിൽ നമ്മൾ ഓൾറെഡി റൈറ്റിംഗ് എന്നുള്ളൊരു സംഭവം അക്വയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിലും ദ വേ വി ഹോൾഡ് ദ പെൻ, അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് ദ ഹാൻഡ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ വെക്കണം കൈ പെന്ന്, അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയുന്നതാണ്. സോ മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ടീച്ചർ ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഹാവ് ഓൾറെഡി ലേൺഡ് ഇറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ദർ മദർ ടങ്. അപ്പോൾ മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗിൽ നമ്മൾ റൈറ്റിംഗ് മെറ്റീരിയൽസ് എങ്ങനെ ഹോൾഡ് ചെയ്യണം, എത്രയാണ് സ്യൂട്ടബിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫിസിക്കൽ പോസ്ചർ എങ്ങനെയായിരിക്കണം, അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്നൊരു ഓരോ സബ് ടോപ്പിക്കാണ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളത്. സോ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ റൈറ്റിംഗ് എന്നുള്ള സ്കില്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഓക്കെ, സോ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ നമുക്ക് 3 പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, ആൻഡ് സ്പെല്ലിംഗ്.
ഓക്കെ, സോ എന്താണ് ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് കൾച്ചറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. സോ ആക്ച്വലി ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റിക് റൈറ്റിംഗ് അല്ലെങ്കിൽ കാലിഗ്രാഫി ഒന്നല്ല പറയുന്നത്, ലെജിബിളായിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റണം. സോ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ബെറ്റർ റീഡബിലിറ്റി, അത് വായിക്കാൻ ഈസി ആയിരിക്കും. ദെൻ എന്താണ്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെങ്കിൽ നമ്മുടെ മറ്റ് ലാംഗ്വേജ് അബിലിറ്റീസും നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് അയാളുടെ ക്യാരക്ടർ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ റിട്ടൺ എക്സാമിലൊക്കെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സാമിനറിന് ഒരു ഇംപ്രഷൻ കൊടുക്കും. സോ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ദ എക്സാമിനർ വിൽ ഗെറ്റ് എ ഗുഡ് ഇംപ്രഷൻ. ഓക്കെ, സോ അതാണ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്തൊക്കെയാണ്? ഒന്ന് ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്, അതായത് ഓരോ ലെറ്ററും അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസിലെ ഓരോ വേർഡും ഡിസ്റ്റിങ്റ്റ് ആയിരിക്കണം. പിന്നെ ഉള്ളത് സ്പേസിംഗ് ആണ്, അതായത് നമ്മൾ വേർഡ്സ് എഴുതുമ്പോൾ അതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ടുള്ള സ്പേസിംഗ് ഒക്കെ കൊടുക്കണം. പിന്നെ സൈസ് ഓഫ് ദ ലെറ്റേഴ്സ് ആണ്, അതായത് സൈസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, കുറച്ച് വലുതും കുറച്ച് ചെറുതുമായിട്ടൊന്നും എഴുതാൻ പാടില്ല. സോ സൈസ് ഓഫ് ദ ലെറ്റേഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ സിംപ്ലിസിറ്റിയാണ്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കണം, നമുക്ക് കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഇറ്റ് ഷുഡ് ബി കംഫർട്ടബിൾ. പിന്നെ ഉള്ളത് ഹോറിസോണ്ടാലിറ്റിയാണ്, അതായത് നമ്മൾ എഴുതുന്ന ടൈമിൽ സ്ട്രെയിറ്റ് ലൈനിൽ എഴുതാൻ പറ്റണം, അതായത് വളഞ്ഞും തിരിഞ്ഞൊന്നും എഴുതാതെ ശ്രദ്ധിക്കണം. പിന്നെ വെർട്ടിക്കൽ അല്ലെങ്കിൽ സ്ലാൻഡിങ് ടുവേർഡ്സ് ദ റൈറ്റ്, അതായത് നമ്മൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് വെർട്ടിക്കൽ ആയിരിക്കണം അല്ലെങ്കിൽ റൈറ്റിലേക്ക് സ്ലാൻഡ് ചെയ്യണം. ഒരിക്കലും നമ്മൾ എഴുതുമ്പോൾ ലെഫ്റ്റിലേക്ക് സ്ലാൻഡിങ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ പങ്ക്ച്വേഷൻ മാർക്സ് ഒക്കെ നന്നായി കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് കോപ്പി റൈറ്റിംഗ് ആണ്. ലോവർ ക്ലാസ്സസിലൊക്കെ നമ്മൾ കോപ്പി എഴുതിയിട്ടുണ്ടായിരിക്കും, അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കേഴ്സീവ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഇറ്റാലിക് റൈറ്റിംഗ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ. പിന്നെ പോസ്ചർ, നമ്മുടെ പോസ്ചർ, അതുമാതിരി പെന്ന് ഹോൾഡ് ചെയ്യുന്ന ഒരു രീതി, ഡിസ്റ്റൻസ് ഓഫ് ദ പേപ്പർ ആൻഡ് ദ പെൻ, അതൊക്കെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെങ്കിലും ആ ഒരു ഇംപ്രഷൻ കിട്ടില്ല. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇനിയുള്ളത് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടൈപ്സ് ഓഫ് റീഡിങ് പറഞ്ഞ മാതിരി തന്നെ ടൈപ്സ് ഓഫ് റൈറ്റിംഗും ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻലി 6 ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണുള്ളത്. ടെക്നിക്കൽ റൈറ്റിംഗ്, നരേറ്റീവ് റൈറ്റിംഗ്, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, എക്സ്പോസിറ്ററി റൈറ്റിംഗ്, ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ആൻഡ് പെർസ്വേസീവ് റൈറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്കൽ റൈറ്റേഴ്സ്, അതായത് ഈ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലൊക്കെയാണ് മെയിനായിട്ട് ടെക്നിക്കൽ റൈറ്റിംഗ് വരുന്നത്. സോ ടെക്നിക്കൽ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാൾക്കും കോമൺ ആയിട്ടുള്ള ഒരാൾക്കും അവർ പറയുന്ന ഐഡിയാസ് മനസ്സിലാവണം. അതാണ് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു ദ ഓർഡിനറി പീപ്പിൾ ആസ് വെൽ ആസ് പീപ്പിൾ വിത്ത് ടെക്നിക്കൽ നോളജ്. ഓക്കെ, അപ്പോൾ അതാണ് ടെക്നിക്കൽ റൈറ്റിംഗ്. നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളൊരു സ്റ്റോറിയുടെ ഫോമിൽ എഴുതുന്നതാണ് നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. യൂഷ്വലി നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതാറുള്ളത്. അതായത് ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ നരേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. പിന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റർ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു പ്ലേസിനെയോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെയൊക്കെ എന്ത് ചെയ്യാണ്, ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്ററിന് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ കുറച്ച് നോളജ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നോളജിനെ പറ്റി എഴുതുന്നതാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്നത് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ്. ഓക്കെ, എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുന്നത്. സോ റൈറ്റർ വിൽ ഹാവ് എ നോളജ് അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക് ആൻഡ് അതിനെ പറ്റിയിട്ട് റൈറ്റർ എഴുതും. അതാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ്. ഇനിയുള്ളത് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ആണ്. ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്ററിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യത്തിലുള്ള ഒരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിനെ സപ്പോർട്ടിങ് ഫാക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് വെച്ചിട്ട് എഴുതുക. റൈറ്ററിൻ്റെ ആർഗ്യുമെൻറ്റ്സിനെ എഴുതുന്നതാണ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ്. പെർസ്വേസീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ റീഡറിനെ ഒരു സാധനം വാങ്ങിപ്പിക്കണം, അപ്പോൾ അതിനു വേണ്ടി പെർസ്വേഡ് ചെയ്യുക. അതാണ് ഇവിടെ റൈറ്റർ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ്, നരേറ്റീവ് റൈറ്റിംഗ്, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, എക്സ്പോസിറ്ററി റൈറ്റിംഗ്, ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ആൻഡ് പെർസ്വേസീവ് റൈറ്റിംഗ്. ഓക്കെ,
ഇനി ഇതിൽ ലാസ്റ്റ് വരുന്ന ടോപ്പിക്ക് ടീച്ചിങ് ഓഫ് റൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് കുട്ടികളെ റൈറ്റിംഗ് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ കുറച്ച് മെത്തേഡ്സാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾസ് ഇങ്ങനെ ടേബിൾസ് കൊടുത്തിട്ട് അതിൽ നിന്ന് കുട്ടികളുടെ അടുത്ത് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറയും. ഓക്കെ, മേക്കിംഗ് സെൻറ്റൻസസ് ഫ്രം ദ സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്സ് റീഅറേഞ്ച്, വേർഡ്സ് ഇങ്ങനെ ആകെ ഓർഡർ തെറ്റി കൊടുക്കും. എന്നിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് അത് റീഅറേഞ്ച് ചെയ്തിട്ട് മീനിങ് ഫുൾ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറയും. അതൊരു മെത്തേഡാണ്, റീഅറേഞ്ചിങ് വേർഡ്സ് ടു ഫോം മീനിങ് ഫുൾ സെൻറ്റൻസസ്. പിന്നുള്ളത് ഫോം ഓഫ് സെൻറ്റൻസസ് ട്രാൻസ്ഫോം ചെയ്യാൻ പറയും. അതായത് ഞാൻ ഇപ്പോൾ ആക്റ്റീവ് വോയിസിൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് അതിനെ പാസീവ് വോയിസിലേക്ക് ആക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറയും. അതൊരു മെത്തേഡാണ്. പിന്നുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ബ്ലാങ്ക്സ് ഇങ്ങനെ കുറച്ച് ബ്ലാങ്ക് സ്പേസസ് കൊടുത്തിട്ട് അത് ഫില്ലപ്പ് ചെയ്യാൻ പറയും. അതൊരു അടുത്ത മെത്തേഡാണ്. പിന്നെ നോർമലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റർ കാണിച്ചിട്ട് ആ പോസ്റ്ററിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറയും. സോ അതൊക്കെ റൈറ്റിംഗ് സ്കില്ല് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പിക്ചേഴ്സ് കാണിക്കും, എന്നിട്ട് ആ പിക്ചേഴ്സിൽ നിന്ന് ഒരു സ്റ്റോറി എഴുതാൻ പറയും. ഓക്കെ, അവരുടേതായ ഇമാജിനേഷനിൽ ഒരു സ്റ്റോറി എഴുതാൻ പറയും. അത് ഒരു മെത്തേഡാണ്. പിന്നെ ലെറ്റർ റൈറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുക, അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു ലെറ്റർ എഴുതുക. അങ്ങനെ ലെറ്റർ റൈറ്റിംഗ് വഴി റൈറ്റിംഗ് സ്കില്ല് ടീച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പോയം, ഒരു സിമ്പിളായിട്ടുള്ളൊരു പോയം കൊടുത്തിട്ട് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവർക്ക് എന്താണോ അതൊന്ന് മനസ്സിലായത് അത് എഴുതാൻ പറയുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സിലൂടെയാണ് റൈറ്റിംഗ് സ്കില്ല് പഠിപ്പിക്കാൻ പറ്റുക. ഇനി ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. സോ ഞാൻ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 8 മെത്തേഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ മെത്തേഡ്സ് ഫോർ ടീച്ചിങ് ദ റൈറ്റിംഗ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു റൈറ്റിംഗ് സ്കില്ലിൽ വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് 4 ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ടീച്ചിങ് ഓഫ് ദ ലാംഗ്വേജ് സ്കിൽസ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.